മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 17ാമത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ +2 കൊമേഴ്സ് എടുത്തവരും അതിന് അല്ലാത്തവരൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് പ്രോഡക്റ്റ്, അല്ലേ? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിങ്സ് എന്താണോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പൂർണ്ണമായിട്ടും പഠിക്കുന്നത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്സ് ഓഫ് സർവീസസ് ഉണ്ട്, അതിനുപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. എന്താണ് പ്രൊഡക്ഷൻ? വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ക്രിയേറ്റഡ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിന്, അതായത് ഒരുപാട് റോ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വസ്തു ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ടാണോ ആ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Okay, the factors of production or other things which the producer buys to carry out production is called input. ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. The goods and services produced are known as ഔട്ട്പുട്ട്. ഏതൊരു പ്രോഡക്റ്റാണോ ഫൈനലായിട്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണോ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണോ ആ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സർവീസ് ഏതാണോ അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കാം. ദ റിസോഴ്സസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഗിവൺ പ്രോഡക്റ്റ് ആർ കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, അതിനെല്ലാം കൂടി പറയുന്നതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനെയും അത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് പറയാം. ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ അക്കോർഡിംഗ് ടു മാർഷൽ നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 എണ്ണമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇത് 4 കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതായത് അക്കോർഡിംഗ് ടു മാർഷൽ the factors of productions are land, labor, capital, organization. Land means നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ലാൻഡ് മീൻസ് സർഫസ് ഓഫ് ദ എർത്ത്. നമുക്ക് ഓർഡിനറി മീനിങ് ജനറലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ, അല്ലേ, ഭൂമി പറയുന്ന ആ എർത്തിൻ്റെ മുകൾ ഭാഗത്തുള്ളതിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു പ്രതലത്തെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ ലാൻഡ് മീൻസ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ വിച്ച് നോട്ട് ക്രിയേറ്റഡ് ബൈ മാൻ.
എക്കണോമിക്സിൽ ലാൻഡ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസും അത് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മാൻ ഉണ്ടാക്കിയത്, പ്രൊഡക്ഷൻ വിച്ച് നോട്ട് ക്രിയേറ്റഡ് ബൈ മാൻ ഉണ്ടാക്കിയതല്ലാത്ത എല്ലാ നാച്ചുറൽ തിങ്സിനെയും, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ തിങ്സിനെയും എന്തെന്ന് പറയും? ലാൻഡ് എന്ന് പറയും. ഓക്കെ, ഇനി ലാൻഡിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ലാൻഡ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ലാൻഡ് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, അത് നാച്ചുറിൻ്റെ ഒരു ഗിഫ്റ്റാണെന്ന് പറയാൻ പറ്റും നമുക്ക്. ദ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ലിമിറ്റഡ്. മാൻ കനോട്ട് ഇൻക്രീസ് ഇറ്റ്. നമുക്കറിയാം ലാൻഡിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് മാറ്റാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ്. ലാൻഡ് ഈസ് പെർമനൻറ്റ്. ഇറ്റ് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് ബൈ ഹ്യൂമൻ എഫേർട്ട്. ലാൻഡ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർമനൻ്റ് ആണ്. അത് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ലാൻഡ് ഈസ് ഇമ്മൊബൈൽ. ഇറ്റ് ക്യാൻ നോട്ട് ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ലാൻഡ് എന്ന് പറയുന്നത് ഇമ്മൊബൈലാണ്. അതായത് ലാൻഡ് നമുക്ക് ഭൂമിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയെല്ലാണ് ലാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലേബർ. എന്താണ് ലേബർ? ലേബർ മീൻസ് മെൻ്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഏൺ ഇൻകം. ഇൻകം ഏൺ ചെയ്യുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അയാളുടെ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടോ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്, അല്ലേ? ലേബർ മീൻസ് മെൻ്റൽ ഓർ ഫിസിക്കൽ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഏൺ ഇൻകം. ഇൻകം ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ലേബർ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ ഒരു ലേബറായിട്ട് എന്തെയില്ല, കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന വർക്കിനെ എക്കണോമിക്സിൽ ലേബറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. ലേബർ കൺസിസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ എഫേർട്ട് ഓഫ് ബോഡി ഓർ മൈൻഡ് വിച്ച് ഈസ് അണ്ടർടേക്കൺ ഇൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് റിവാർഡ്. റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലേബർ ഈസ് എ ഹ്യൂമൻ ഫാക്ടർ. നമുക്കറിയാം ലേബർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഫാക്ടറാണ്. ഒരു ലേബറർക്ക് കനോട്ട് വർക്ക് ലൈക്ക് എ മെഷീനെ പോലെ വർക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു ലേബറിന് സാധിക്കില്ല. ഹി ഹാസ് ഇമോഷൻസ്, ലൈക്സ്, ഡിസ്ലൈക്സ് ലൈക്ക് അതർ ഓൾ ഹ്യൂമൻ ബീങ്സ്. ലേബർ ഈസ് inseparable from the laborer. Laborer has to go the place of work in order to render his services. ഇത്രയെല്ലാണ് ലേബറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാപിറ്റൽ മീൻസ് ഓൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡിനറി ലാംഗ്വേജിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, ക്യാഷ്. ബട്ട് ഇൻ എക്കണോമിക്സ് ക്യാപിറ്റൽ ഹാസ് എ സ്പെഷ്യൽ മീനിങ്. ആൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇനി ക്യാപിറ്റലിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ മെഷീന്, മെറ്റീരിയൽസ്, ബിൽഡിംഗ്, മണി, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മാൻമെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. നോട്ട് ഫ്രം ദ ഗിഫ്റ്റ് ഓഫ് നാച്ചുറിൻ്റെ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതുമല്ല. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് മാൻമെയ്ഡ് ഓർ പ്രൊഡക്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾക്ക് മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ലാൻഡും ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറിൻ്റെ ഗിഫ്റ്റാണ്, അല്ലേ?
ബട്ട് ക്യാപിറ്റൽ ഈസ് മാൻമെയ്ഡ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാൻമെയ്ഡാണ്. ലാൻഡ് ഈസ് ഇമ്മൊബൈൽ. ലാൻഡ് നമ്മൾക്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും ചെയ്യാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. ബട്ട് ക്യാപിറ്റൽ ഈസ് മൊബൈൽ. ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അതൊരു മൂവബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ദ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ലിമിറ്റഡ്. ലാൻഡിൻ്റെ സപ്ലൈയും അതേപോലെ തന്നെ അത് ലിമിറ്റും ആണെന്നുള്ളതാണ്. വേർ ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഇൻക്രീസ്ഡ്. സപ്ലൈ ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയാണ് ലാൻഡും ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ. നമ്മൾ ഇതുവരെ പഠിക്കുന്നത് എന്താണ്? മാർഷാലിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. അക്കോർഡിംഗ് ടു മാർഷാൽ ദർ ആർ 4 types of factors of production. First one is land, second one capital, then labor, last one is organization. എന്താണ് ഓർഗനൈസേഷൻ? ബ്രിങ്ങിങ് ടുഗദർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് കാൾഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരു കുടക്കീയിൽ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുടക്കീയിൽ കൊണ്ടുവരും, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ്, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഒരു കുടക്കീയിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Production will not take place when land, labor and capital are situated at different place or those are owned by different person. നമ്മൾക്കറിയാം ഒരു പ്രൊഡക്ഷന് ഒരിക്കലും ഭൂമി ലാൻഡും ലാബറും ക്യാപിറ്റലും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതും അത് ഓൺ ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമാണെങ്കിൽ അവിടെ ഒരിക്കലും ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് എല്ലാം കൂടി ലാൻഡും ലാബറും ക്യാപിറ്റലും എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു സ്ഥലത്തെ ആ ഒരു എല്ലാം കൂടി ഒരിടത്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ബ്രിങ്ങിങ് ടുഗദർ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് കോൾഡ് ഓർഗനൈസേഷൻ. ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ ഇൻപുട്സ്. നമ്മൾ സിമ്പിളായിട്ട് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ് എന്നുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് വൺ റിക്വയർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ബട്ട് വാസ് ക്വാണ്ടിറ്റി യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഇസ് കോൺസ്റ്റൻറ്റ് ഓവർ പീരീഡ് ഓഫ് ടൈം റെസ്പെക്റ്റീവ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്. ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസൃതമായിട്ട് മാറാത്ത ഒന്നിനെയാണ് ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? നിൽക്കും എന്നുള്ളതാണ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആ ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. ലാൻഡ്, മെഷീനറി, ഫാക്ടറി ബിൽഡിംഗ് ഇതെല്ലാം ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി എത്ര കൂട്ടിക്കഴിഞ്ഞാലും ലാൻഡ് കൂട്ടുന്നില്ല, അവിടെ മെഷീനറി കൂട്ടുന്നില്ല, ഫാക്ടറി ഓർ ബിൽഡിംഗ് കൂട്ടുന്നില്ല, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അവിടെ അത് കോൺസ്റ്റൻ്റ്, അതിനെയാണ് ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി വാരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് ഇൻപുട്ട് വിച്ച് വാരി അക്കോർഡിംഗ് ടു വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാരിയബിൾ ഇൻപുട്സ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വാരിയബിൾ ഇൻപുട്സ് മേ ബി ഇറ്റ് വിൽ ഡിക്രീസ്. അപ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വാരി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാരിയബിൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും റോ മെറ്റീരിയൽസ്, ഓർഡിനറി ലേബർ, പവർ, ഫ്യൂവൽ, ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം വാരിയബിൾ ഇൻപുട്സ് ആണ്. നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. എന്തൊക്കെയാണ് കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും എന്ന് നോക്കാം. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ അവൈലബിൾ ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ബൈ ഹൗസ് ഹോൾഡ്സ്. നമുക്കറിയാം നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മുടെ യൂസിന് വേണ്ടിയിട്ട്, നമ്മൾ മറ്റൊരാളുടെ യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലെ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഫുഡ്, അതുപോലെ ക്ലോത്ത്സ്, ടൂത്ത് ബ്രഷ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? ക്യാപിറ്റൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഫ്യൂച്ചർ. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് ആ ഗുഡ്സ് നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് വേറൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ എക്കണോമിക് വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഫ്യൂച്ചർ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ സിമ്പിളായിട്ട് എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളതും, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ ഇൻപുട്സ്, കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. താങ്ക് യു.